ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാർവതി സുകുമാരനെ അന്വേഷിച്ച് സുകുമാരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. എന്നാൽ അവിടെ ആ സമയം അയാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതി വെച്ച് പാറു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയിലേക്ക് ചെല്ലുന്ന പാറുവിനെയാണ്. അതേസമയം ഗോപിനാഥ് വിശാല പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനോടെ നിൽക്കുകയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രഭാവതിക്ക് സ്വത്തുക്കളൊന്നും മോള് എഴുതി കൊടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് ഗോപിനാഥ്. അച്ഛൻ എന്നോട് ഒന്നും തോന്നരുത്, വിശാൽ സാറിനെ നിഷേധിച്ചുകൊണ്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ എന്നെ കൊണ്ടാകില്ലെന്ന് പാറു പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് പാറു അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ഗോപിനാഥ്. അതേസമയം വിശാല് പാറുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പാർവതി, നീ എവിടേക്ക് പോയിരിക്കുകയായിരുന്നു? ഞാൻ നിന്നെ എവിടേക്ക് തിരക്കിയെന്നറിയാമോ എന്ന് വിശാല് ചോദിക്കുമ്പോൾ പ്രഭാവതിയും താഴേക്ക് വരികയാണ്. തുടർന്ന് അവരുടെ സംസാരം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് പ്രഭാവതി. പാർവതി, നിനക്ക് സ്വത്തുക്കളെല്ലാം കൈമാറാൻ ഒരു കുഴപ്പവുമില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. പക്ഷേ അമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല. നീ തന്നെ പറഞ്ഞു കേൾക്കണമെന്നാ അമ്മ പറയുന്നത്. സ്വത്തുക്കൾ കൈമാറുന്നതിന് നിനക്ക് പൂർണ്ണ സമ്മതമാണെന്ന് നീ തന്നെ അമ്മയോട് പറയണം. നീ വാ, ഇപ്പൊ തന്നെ പറയാമെന്ന് പറഞ്ഞ് വിശാല് പാറുവിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും പാറു വിശാലിന്റെ ഒപ്പം ചെല്ലുന്നില്ല. തുടർന്ന് വിശാല് പറയുകയാണ്, അപ്പോ അമ്മ പറഞ്ഞത് സത്യമായിരുന്നല്ലേ? നിനക്ക് സ്വത്തുക്കളൊന്നും അമ്മയുടെ പേരിൽ മാറ്റിയെഴുതുന്നത് ഇഷ്ടമല്ല. സാർ, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് പാറു പറയുമ്പോൾ വിശാല് പറയുകയാണ്, ഇപ്പോ അമ്മ പറഞ്ഞത് തന്നെ ശരിയായി വന്നില്ലേ? എല്ലാവരുടെ മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വരും. സ്വത്തുക്കള് അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കുന്നതിന് നിനക്കെന്താ ഒരു തടസ്സം? തനിക്ക് എന്തെങ്കിലും ഇഷ്ടം എന്നോടുണ്ടായിരുന്നെങ്കിലേ ഒരു മടിയും കൂടാതെ താനിപ്പോ അമ്മയോട് സമ്മതം അറിയിച്ചേനെ. തനിക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, തന്റെ സ്നേഹമെല്ലാം വെറും നാട്യം മാത്രമായിരുന്നെന്ന് വിശാൽ പറയുമ്പോ ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുകയാണ് പാർവതി. വിശാൽ സാർ, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് വിശാൽ സാർ തന്നെയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി തന്നെയാ ഞാൻ വിശാൽ സാറിനെ സ്നേഹിക്കുന്നത്. എനിക്ക് പ്രാധാന്യം സാറ് തന്നെയാണെന്ന് പാറു പറയുമ്പോ വിശാൽ ചോദിക്കുകയാണ്, പിന്നെ സ്വത്തുക്കളെല്ലാം കൈമാറാൻ സമ്മതമാണെന്ന് പ്രഭാവതിയമ്മയോട് പറയാൻ നിനക്കെന്താ ഒരു തടസ്സം? അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മോനെ ഇവിടെ ഒരു സംസാരം? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. നീ എന്തിനാ മോനെ പാർവതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പാർവതിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ആ സ്വത്തുക്കൾ മതി. വിശാൽ, നമുക്കെല്ലാം സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഒന്നിനും ഒരു തിടുക്കവും വേണ്ട. തുടർന്ന് പാറുവിന്റെ അടുത്തേക്ക് ചെന്ന് പ്രഭാവതി പറയുകയാണ്, മോളെ, എന്നോടുള്ള അമിതമായ സ്നേഹത്തിന്റെ പേരിലാ ഇവൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. നിങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിൽ പിണങ്ങുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എനിക്കത് വലിയ വിഷമമാകും. വിശാൽ, നീ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് വിശാലിനെയും കൂട്ടിക്കൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു. പ്രഭാവതി അമ്മയുടെ കപട സ്നേഹം ഞാൻ എങ്ങനെ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തും എന്ന് ആലോചിക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് വിപിനുള്ള പാലുമായി ചെല്ലുന്ന പല്ലവിയാണ്. എനിക്ക് പാലൊന്നും വേണ്ടെന്ന് വിപിൻ പറയുമ്പോ പല്ലവി വിപിനെ പാല് കുടിക്കാൻ നിർബന്ധിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പല്ലവിയെ തട്ടി മാറ്റിക്കൊണ്ട് വിപിൻ അവിടെ നിന്ന് പോകുന്നു. വിപിൻ സാറിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എങ്ങനെയെങ്കിലും ട്രാക്കിലാക്കണമെന്ന് പല്ലവി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന പാറുവിനെയാണ്. അമ്മേ, പ്രഭാവതിയമ്മയുടെ കപടമുഖം ഞാൻ എങ്ങനെ അഴിച്ചു മാറ്റും? ഇപ്പൊ കണ്ടില്ലേ, പ്രഭാവതിയമ്മ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിൽ വരുന്ന രീതിയിൽ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. അവരുടെ ഈ നീക്കം ഞാൻ എങ്ങനെ തടയാനാമേ? അവർ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനായി ഞാൻ ചില വഴികളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അമ്മ എനിക്ക് എന്താണെങ്കിലും ഒരു ശക്തമായ വഴി കാണിച്ചു തന്നേ മതിയാകൂ. ഇതിനേക്കാളും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമ്മ എനിക്ക് സഹായവുമായി വന്നിട്ടുണ്ട്. അമ്മ ഇപ്പൊ എന്താ എന്റെ അടുത്തേക്ക് വരാത്തതെന്ന് വിഷമത്തോടെ പാറു ചോദിക്കുന്നു. അങ്ങനെ പാറു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഗായത്രി അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ, നീ പറയുന്നതെല്ലാം തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മേ, വിശാൽ സാറ് പ്രഭാവതി അമ്മയ്ക്ക് സ്വത്തുക്കളെല്ലാം കൊടുക്കാനായി നീക്കങ്ങളെല്ലാം നടത്തുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യുക? തുടർന്ന് ഗായത്രി പറയുകയാണ്, മോളിപ്പോ ഒന്നും ചെയ്യണ്ട, സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് എഴുതി കൊടുത്തേക്ക്. അമ്മ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പാറു ചോദിക്കുമ്പോ ഗായത്രി പറയുകയാണ്, മനുഷ്യത്വമില്ലാത്ത വഞ്ചകിയാണവള്. മോൾക്കറിയാലോ, ചോര പുരണ്ട കൈകളാണ് അവളുടേത്. പ്രഭാവതിയുടെ വലയിലായിരിക്കുന്നവനെ എങ്ങനെയാ നമ്മള് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? ആര് പറഞ്ഞാലും അവനത് ഉൾക്കൊള്ളാനും പോകുന്നില്ല. മോളെ, പണവും സ്വത്തും നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും അത് നേടിയെടുക്കാവുന്നതേയുള്ളൂ. പക്ഷേ ആയുസാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുമെന്ന് ഗായത്രി ചോദിക്കുമ്പോ ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.